അസ്സലാമു അലൈക്കും. ബിസ്മില്ല. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാബാദ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസ് 4 ദുറൂസുൽ ഇസ്ലാം ഫസ്റ്റ് പാർട്ട്, അതിലെ 11ാമത്തെ പാഠവും അതിൻ്റെ തദ്രീബാത്തുമാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിൽ അറിയിക്കുക. ഇതിനു മുമ്പുള്ള പാഠങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ മുന്ന ഷാഹിൽ മദ്രസ വേൾഡ് എന്ന ചാനലിൽ പോയിട്ട് പ്ലേലിസ്റ്റ് പോയിട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് ആ പാഠം ഒന്ന് വായിച്ചു നോക്കാം. അദ്ദറസുൽ ഹാദി അഷർ, 11ാമത്തെ പാഠം. അല്ലാഹു മഹ്ദി കൗമി. അപ്പോൾ ഈ പാഠത്തിൽ എന്താണ് പഠിക്കുന്നത് അതൊന്ന് നമുക്ക് വായിച്ചു നോക്കാം. നുബൂവത്തിന്റെ 10ാം വർഷത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ദുഃഖത്തിലാഴ്ത്തിയ 2 സംഭവങ്ങളുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംരക്ഷകനായ അബൂ ത്വാലിബും പ്രിയ പത്നി ഖദീജ ബീവി റളിയല്ലാഹു അൻഹായും വഫാത്തായി. ഇതോടെ ഖുറൈശികളുടെ മർദ്ദനം ശക്തമായി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ത്വായിഫിലേക്ക് പോയി. സഖീഫ് ഗോത്രക്കാരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാനും അവരോട് സഹായം തേടാനുമായിരുന്നു യാത്ര. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹായിച്ചില്ലെന്ന് മാത്രമല്ല, അപമാനിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്തു. ജനങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരിൽ ഇളക്കിവിട്ടു. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കല്ലെറിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുപാദങ്ങളിൽ നിന്ന് രക്തമൊഴുകി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിഷമത്തോടെ മക്കയിലേക്ക് തിരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ പ്രയാസങ്ങൾ പറഞ്ഞ് അല്ലാഹു തആലയോട് ദുആ ചെയ്തു. കർനു സാലിബ് എന്ന സ്ഥലത്തെത്തിയപ്പോൾ ജിബ്രീൽ അലൈഹിസലാം ആഗതനായി. കൂടെ ഒരു മലക്കുമുണ്ട്. പർവ്വതങ്ങളെ കാക്കുന്ന മലക്കാണെന്നും അങ്ങയെ സഹായിക്കാൻ വേണ്ടി അല്ലാഹു തആല അയച്ചതാണെന്നും ജിബ്രീൽ അലൈഹിസലാം പരിചയപ്പെടുത്തി. അപ്പോൾ ആ മലക്ക് പറഞ്ഞു, നബിയെ, അങ്ങ് ഉദ്ദേശിക്കുന്ന പക്ഷം ജബലു അബി ഖുബൈസിനെയും അതിന് അഭിമുഖമായി നിൽക്കുന്ന മലയെയും മറിച്ചിട്ട് അവരെ നശിപ്പിക്കാം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വേണ്ട, അവരുടെ പിന്മുറക്കാരിൽ നിന്ന് അല്ലാഹു തആലയെ മാത്രം ആരാധിക്കുന്ന ഒരു വിഭാഗം വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ത്വായിഫുകാർക്ക് മാപ്പു നൽകി. വഴിയിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു തോട്ടത്തിൽ കയറി. അവിടെയുള്ള ഒരു മരത്തണലിൽ വിശ്രമിച്ചു. ഈ മുന്തിരിക്കുലകൾ അദ്ദേഹത്തിന് കൊണ്ടുപോയി കൊടുക്കൂ. തോട്ട ഉടമകളായ ഉത്ബയും ഷൈബയും ഭൃത്യനായ അദ്ദാസിനോട് പറഞ്ഞു. അദ്ദാസ് അവ തിരുമുൻപിൽ കൊണ്ടുപോയി വെച്ചു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കഴിക്കാൻ തുടങ്ങി. അദ്ദാസ് അത്ഭുതപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, ഈ നാട്ടുകാരൊന്നും ഇങ്ങനെ പറയാറില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, നീ ഏതു നാട്ടുകാരനാണ്? അദ്ദാസ്, ഞാൻ നീനവ എന്ന നാട്ടുകാരനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, മഹാനായ യൂനുസ് നബി അലൈഹിസലാമിന്റെ നാട്ടുകാരനാണല്ലേ? അദ്ദാസ്, യൂനുസ് നബി അലൈഹിസലാമിനെ നിങ്ങൾക്കെങ്ങനെ അറിയാം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, യൂനുസ് എന്റെ സഹോദരനാണ്. അദ്ദേഹം നബിയായിരുന്നു, ഞാനും നബിയാണ്. ഇത് കേട്ട അദ്ദാസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുശിരസിൽ ചുംബിച്ച് ഇസ്ലാം സ്വീകരിച്ചു. നഖ്ല എന്ന സ്ഥലത്തെത്തിയപ്പോൾ അർദ്ധരാത്രിയായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കരിക്കാൻ നിന്നു. അപ്പോൾ അതുവഴി കടന്നുപോയ ഒരു സംഘം ജിന്നുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുർആൻ പാരായണം കേൾക്കുകയും അടുത്തുവന്ന് ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു. ഈ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആശ്വസിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്യാൻ വേണ്ടി അല്ലാഹു തആല ഒരു വിശിഷ്ട യാത്ര ഒരുക്കി. അതായിരുന്നു മിഅ്റാജ്. അപ്പൊ ഇതോട് കൂടിയിട്ട് ഈ പാഠം കഴിഞ്ഞു. നിങ്ങൾ പാഠം നന്നായി വായിച്ച് മനസ്സിലാക്കുക. ഈ പാഠത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ത്വായിഫിലേക്ക് നടത്തിയ യാത്രയെക്കുറിച്ചും ആ യാത്ര ചെയ്യാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ചും അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഏൽക്കേണ്ടി വന്ന മർദ്ദനങ്ങളെക്കുറിച്ചും എല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ പാഠം നന്നായി വായിച്ച് മനസ്സിലാക്കുക. ഇനി നമുക്ക് ഈ പാഠത്തിന്റെ തദ്രീബാത്ത് നോക്കാം. തദ്രീബാത്തിലെ 1ാമത്തെ പ്രവർത്തനം ഇഖ്റഉ വനഫ്ഹം, വായിച്ച് മനസ്സിലാക്കാനുള്ളതാണ്. ഈ പാഠത്തിൽ പഠിച്ചിട്ടുള്ള വാക്കുകളും അതിന്റെ അർത്ഥങ്ങളും കൊടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് വായിച്ച് മനസ്സിലാക്കാം. ത്വായിഫ്, മക്കയിൽ നിന്ന് 86 കിലോമീറ്റർ അകലെയുള്ള പ്രദേശം. മലക്കുൽ ജിബാൽ, പർവ്വതങ്ങളുടെ കാര്യങ്ങൾ ഏൽപ്പിക്കപ്പെട്ട മലക്ക്. അബൂ ഖുബൈസ്, മക്കയിലെ ഒരു പർവ്വതം.
ഇനബ് മുന്തിരി, ഉത്തുബ ഷെയ്ബ 2 ഖുറൈശി പ്രമുഖർ. ഹുസനുൻ ദുഃഖം, ആമുൽ ഹുസൻ ദുഃഖവർഷം, നഹ്ല മക്കയുടെ സമീപത്തുള്ള ഒരു സ്ഥലം. തദ്രീബാത്തിലെ രണ്ടാമത്തെ പ്രവർത്തനം നസിൽ ചേരുംപടി ചേർക്കാനുള്ളതാണ്. നമുക്കതൊന്ന് വായിച്ചു നോക്കാം. ഉത്ബ, അബൂ കുബൈസ്, അദ്ദാസ്, മലക്കുൽ ജിബാൽ, കർണു സആലിബ്. ഇപ്പുറത്ത് നോക്കൂ, നീനവ സ്വദേശി, ഖുറൈശി പ്രമുഖൻ, തായിഫിനടുത്തുള്ള ഒരു സ്ഥലം, മക്കയിലെ ഒരു പർവ്വതം, പർവ്വതങ്ങളുടെ മലക്ക്. ഓരോന്നിനും യോജിച്ചത് നമ്മൾ കണ്ടെത്തിയിട്ട് ആ നടുവിലുള്ള ബോക്സിൽ നമ്മൾ എഴുതണം. നമുക്ക് ആ പ്രവർത്തനം നോക്കാം. ഉത്ബ, അതിന് ശരിയായത് ഖുറൈശി പ്രമുഖൻ. അബൂ കുബൈസ്, അതിന് ശരിയായത് മക്കയിലെ ഒരു പർവ്വതം. അദ്ദാസ്, അതിന് ശരിയായത് നീനവ സ്വദേശി. മലക്കുൽ ജിബാൽ, അതിന് ശരിയായത് പർവ്വതങ്ങളുടെ മലക്ക്. കർണു സാലിബ്, അതിന് ശരിയായത് ത്വായിഫിനടുത്തുള്ള ഒരു സ്ഥലം. തദ്രീബാത്തിലെ മൂന്നാമത്തെ പ്രവർത്തനം നുജീബ് ഉത്തരം എഴുതാനുള്ളതാണ്. ഒന്നാമത്തെ ചോദ്യം, അദ്ദാസ് ഏത് നാട്ടുകാരനാണ്? ഉത്തരം നീനവ നാട്ടുകാരനാണ്. 2. ജിന്നുകൾ ഇസ്ലാം സ്വീകരിച്ചത് എവിടെ വെച്ച്? ഉത്തരം നഹ്ല എന്ന സ്ഥലത്ത് വെച്ച്. 3. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ വഫാത്തായത് ഏത് വർഷം? ഉത്തരം നുബുവ്വത്തിന്റെ 10ാം വർഷം. 4. ചോദ്യം, അദ്ദാസ് ഇസ്ലാം സ്വീകരിക്കാൻ എന്താണ് കാരണം? ഉത്തരം യൂനുസ് നബി അലൈഹിസലാം തന്റെ സഹോദരനാണെന്നും അദ്ദേഹം നബിയായിരുന്നെന്നും താനും നബിയാണെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദാസിനോട് പറഞ്ഞു. ഇത് കേട്ട അദ്ദാസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശിരസിൽ ചുംബിക്കുകയും ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു. 5. ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശ്രമിച്ച തോട്ടത്തിന്റെ ഉടമകൾ ആര്? ഉത്തരം ഉത്ബയും ഷൈബയും. 6. ചോദ്യം, ത്വായിഫുകാരെ നശിപ്പിക്കാൻ അനുവാദം ചോദിച്ച മലക്കിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തു പറഞ്ഞു? ഉത്തരം വേണ്ട, അവരുടെ പിന്മുറക്കാരിൽ നിന്ന് അല്ലാഹു തആലയെ മാത്രം ആരാധിക്കുന്ന ഒരു വിഭാഗം വരും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. 7. ചോദ്യം, ജിന്നുകൾ ഇസ്ലാം സ്വീകരിക്കാൻ എന്താണ് കാരണം? ഉത്തരം നഹ്ല എന്ന സ്ഥലത്തെത്തിയപ്പോൾ അർദ്ധരാത്രിയായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കരിക്കാൻ നിന്നു. അപ്പോൾ അതുവഴി കടന്നുപോയ ഒരു സംഘം ജിന്നുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുർആൻ പാരായണം കേൾക്കുകയും അടുത്തുവന്ന് ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു. 8. ചോദ്യം, നുബുവ്വത്തിന്റെ 10ാം വർഷത്തിന് ആമുൽ ഹുസൻ എന്ന് പറയാൻ കാരണമെന്ത്? ഉത്തരം നുബുവ്വത്തിന്റെ 10ാം വർഷത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ദുഃഖത്തിലാഴ്ത്തിയ 2 സംഭവങ്ങളുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംരക്ഷകനായ അബൂ ത്വാലിബും പ്രിയ പത്നി ഖദീജ ബീവി റളിയല്ലാഹു അൻഹായും വഫാത്തായി. അതിനാൽ ഈ വർഷം ആമുൽ ഹുസൻ എന്ന് അറിയപ്പെടുന്നു. തദ്രീബാത്തിലെ 4ാമത്തെ പ്രവർത്തനം തഹസീസ് അസൈൻമെന്റ് ചെയ്യാനുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ത്വായിഫ് യാത്രയെക്കുറിച്ച് ഒരു പ്രസംഗം തയ്യാറാക്കി ക്ലാസ്സിൽ അവതരിപ്പിക്കുക. അപ്പൊ നിങ്ങൾ ഒരു പ്രസംഗ രൂപത്തിൽ ഈ പറയുന്ന കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് നിങ്ങളത് ക്ലാസ്സിൽ അവതരിപ്പിക്കുക. നമുക്കതൊന്ന് നോക്കാം. നുബുവ്വത്തിന്റെ 10ാം വർഷത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ദുഃഖത്തിലാഴ്ത്തിയ 2 സംഭവങ്ങളുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംരക്ഷകനായ അബൂ ത്വാലിബും പ്രിയ പത്നി ഖദീജ ബീവി റളിയല്ലാഹു അൻഹായും വഫാത്തായി. ഇതോടെ ഖുറൈശികളുടെ മർദ്ദനം ശക്തമായി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ത്വായിഫിലേക്ക് പോയി. സഖീഫ് ഗോത്രക്കാരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാനും അവരോട് സഹായം തേടാനുമായിരുന്നു യാത്ര. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹായിച്ചില്ലെന്ന് മാത്രമല്ല അപമാനിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്തു. ജനങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരിൽ ഇളക്കിവിട്ടു. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കല്ലെറിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുപാദങ്ങളിൽ നിന്ന് രക്തമൊഴുകി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിഷമത്തോടെ മക്കയിലേക്ക് തിരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ പ്രയാസങ്ങൾ പറഞ്ഞ് അല്ലാഹു തആലയോട് ദുആ ചെയ്തു. കർണു സആലിബ് എന്ന സ്ഥലത്തെത്തിയപ്പോൾ ജിബ്രീൽ അലൈഹിസലാം ആഗതനായി. കൂടെ ഒരു മലക്കുമുണ്ട്. പർവ്വതങ്ങളെ കാക്കുന്ന മലക്കാണെന്നും അങ്ങയെ സഹായിക്കാൻ വേണ്ടി അല്ലാഹു തആല അയച്ചതാണെന്നും ജിബ്രീൽ അലൈഹിസലാം പരിചയപ്പെടുത്തി. അപ്പോൾ ആ മലക്ക് പറഞ്ഞു, നബിയെ,
അങ്ങ് ഉദ്ദേശിക്കുന്ന പക്ഷം ജബലു അബി കുബൈസിനെയും അതിന് അഭിമുഖമായി നിൽക്കുന്ന മലയെയും മറിച്ചിട്ട് അവരെ നശിപ്പിക്കാം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വേണ്ട, അവരുടെ പിന്മുറക്കാരിൽ നിന്ന് അല്ലാഹു തആലയെ മാത്രം ആരാധിക്കുന്ന ഒരു വിഭാഗം വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ത്വായിഫുകാർക്ക് മാപ്പു നൽകി. വഴിയിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു തോട്ടത്തിൽ കയറി അവിടെയുള്ള ഒരു മരത്തണലിൽ വിശ്രമിച്ചു. ഈ മുന്തിരിക്കുലകൾ അദ്ദേഹത്തിന് കൊണ്ടുപോയി കൊടുക്കൂ. തോട്ട ഉടമകളായ ഉത്ബയും ഷൈബയും ഭൃത്യനായ അദ്ദാസിനോട് പറഞ്ഞു. അദ്ദാസ് അവ തിരുമുൻപിൽ കൊണ്ടുപോയി വെച്ചു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കഴിക്കാൻ തുടങ്ങി. അദ്ദാസ് അത്ഭുതപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, ഈ നാട്ടുകാരൊന്നും ഇങ്ങനെ പറയാറില്ലല്ലോ. ഇതു കേട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, നീ ഏതു നാട്ടുകാരനാണ്? ഞാൻ നീനവ എന്ന നാട്ടുകാരനാണ്, അദ്ദാസ് മറുപടി പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മഹാനായ യൂനുസ് നബി അലൈഹിസലാമിന്റെ നാട്ടുകാരനാണല്ലേ എന്ന് പറഞ്ഞു. യൂനുസ് നബി അലൈഹിസലാമിനെ നിങ്ങൾക്കെങ്ങനെ അറിയാമെന്ന് അദ്ദാസ് ചോദിച്ചു. ഇത് കേട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യൂനുസ് നബി അലൈഹിസലാം തന്റെ സഹോദരനാണെന്നും അദ്ദേഹം നബിയായിരുന്നെന്നും താനും നബിയാണ് എന്നും അറിയിച്ചു. ഇത് കേട്ട അദ്ദാസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുശിരസിൽ ചുംബിച്ചു ഇസ്ലാം സ്വീകരിച്ചു. നഖ്ല എന്ന സ്ഥലത്തെത്തിയപ്പോൾ അർദ്ധരാത്രിയായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കരിക്കാൻ നിന്നു. അപ്പോൾ അതുവഴി കടന്നുപോയ ഒരു സംഘം ജിന്നുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുർആൻ പാരായണം കേൾക്കുകയും അടുത്തുവന്ന് ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു. ഹൃദയം നുറുങ്ങുന്ന വേദനയിലും ഖുറൈശികളുടെ മർദ്ദനം സഹിക്കാൻ വയ്യാതെയും ത്വായിഫിലേക്ക് തിരിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നേരിടേണ്ടി വന്ന മർദ്ദനങ്ങൾ അസഹനീയമായിരുന്നു. എന്നിട്ടും കാരുണ്യവാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതെല്ലാം അവർക്ക് പുറത്തു കൊടുത്തു. കാരുണ്യവാനായ അന്ത്യപ്രവാചകൻ എല്ലാവരിലേക്കും നിയുക്തനായ സത്യപ്രവാചകനാണ്. തങ്ങളുടെ ശഫാഅത്ത് ലഭിക്കുന്നവരിൽ സർവശക്തൻ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. ആമീൻ. അപ്പൊ ഇതുപോലെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് നല്ലൊരു പ്രസംഗമായിട്ട് നിങ്ങളത് ക്ലാസ്സിൽ അവതരിപ്പിക്കുക. ഇതോട് കൂടിയിട്ട് ഈ പാഠവും ഈ പാഠത്തിന്റെ തദ്രീബാത്ത് വർക്കുകളും കഴിഞ്ഞു. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് അടുത്തൊരു സബ്ജക്റ്റിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.